ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കരിക്കൻ പുഡിംഗ്. വളരെ സ്വാദിഷ്ടമായ കരിക്കൻ പുഡിംഗ് വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. കരിക്കൻ പുഡിംഗ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള കരിക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കരിക്കൻ പുഡിംഗ് തയ്യാറാക്കുന്നതിന് വേണ്ടി കരിക്കെടുക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളവും പൾപ്പുമുള്ള കരിക്ക് നോക്കി തിരഞ്ഞെടുക്കുക. കരിക്കിനി നമുക്ക് വെട്ടി വെള്ളവും പൾപ്പും വേർതിരിച്ചെടുക്കാം. കരിക്ക് പൊട്ടിച്ചെടുത്ത് കരിക്കൻ കാമ്പും കരിക്കൻ വെള്ളവും സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് കരിക്കൻ കാമ്പെടുത്ത് മാറ്റി വയ്ക്കാം. അവസാനം ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്തതായി കരിക്കൻ കാമ്പ് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് കരിക്കൻ കാമ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കരിക്കൻ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഫൈനായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കണം. കരിക്കൻ കാമ്പ് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി ചൈന ഗ്രാസ് കുതിർക്കാനായിട്ട് വയ്ക്കാം. 10 ഗ്രാം ചൈന ഗ്രാസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചൈന ഗ്രാസ് ഒരു പാത്രത്തിലിട്ട് തേങ്ങാവെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വയ്ക്കാം. ചൈന ഗ്രാസ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് കരിക്കൻ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കരിക്കൻ വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് കുതിർക്കാനായിട്ട് വയ്ക്കാം. അടുത്തതായി ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പാല് നമുക്ക് ചൂടാക്കിയെടുക്കാം. പാല് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. പാല് ചൂടാക്കാൻ വെക്കുന്നതിനൊപ്പം ചൈന ഗ്രാസും മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാല് ചൂടാക്കിയെടുക്കാം. ഒപ്പം തന്നെ കുതിർത്തെടുത്ത ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം. തീ ലോ ഫ്ലെയിമിലിട്ട് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെക്കാം. പാലൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന കരിക്കൻ കാമ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കരിക്കൻ കാമ്പ് ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൈന ഗ്രാസ് മെൽറ്റായി വന്നിട്ടുണ്ട്. ചൈന ഗ്രാസ് മെൽറ്റായതിനു ശേഷം ചെറു ചൂടോടുകൂടി ഒരു അരിപ്പ് വെച്ച് അരിച്ച് നമ്മുടെ പാൽ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൈന ഗ്രാസ് ഒഴിച്ച് പാൽ മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തെടുക്കാം. ചൈന ഗ്രാസ് ഒഴിച്ചതിന് ശേഷം വീണ്ടും ഇട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ പാല് പിരിഞ്ഞു പോകും. പാൽ മിക്സ് ഈ പാത്രത്തിൽ തന്നെ വെക്കാതെ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് പുഡിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. പുഡിംഗ് ട്രേ സ്റ്റീൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. മിക്സ് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൽ മിക്സ് ഒന്ന് തണുത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒഴിച്ചു വെച്ച കരിക്കൻ പുഡിങ് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കരിക്കൻ കാമ്പ് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് പിസ്തയും ആൽമണ്ടും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൻ്റെ മേൽ ഇതേപോലെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് സെറ്റാക്കി കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് ഉടൻ തന്നെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച്
സെറ്റാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. കരിക്കൻ പുഡിങ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.